ആരിഫ് വെറുതെ ഹുസൈൻ സ്ലീപ്പർ തീവ്രവാദ സെല്ലുകൾ കേസുകളിലെ ഇങ്ങനെ സജീവമാണ്. അത് സഹായിക്കുന്നത് കരുതാൻ കഴിയും. ലഷ്കർ ഇ തോയ്ബയുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നതാണല്ലോ തടിയന്റെ ഇവിടെ നസീറിന് കിട്ടുന്ന ഈ സഹായം. ജയിലിൽ നിന്ന് പോലും തന്റെ പ്രവർത്തനം, ഭീകരപ്രവർത്തനം ആസൂത്രണം ചെയ്യാൻ തടിയന്റെ ഇവിടെ നസീറിന് കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പല സമയത്തും ഇത്തരം വാർത്തകൾ വരുന്നതാണ്. ഇപ്പോൾ NIA ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ 3 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിലെ പുതിയ ഡെവലപ്മെന്റ്. ഈ ജയിൽ ടു ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയം, ഇതൊരു ആഗോള പ്രതിഭാസമാണ്. അത് ഒരു ഇന്ത്യയിൽ മാത്രമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത മാത്രമോ അല്ല. ഇത് US വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പ്രിസൺ, അതായത് ഇതുപോലുള്ള ഇൻഹാബിറ്റൻസ് ആയിട്ടുള്ള ആളുകളെ അവരെ റാഡിക്കലൈസ് ചെയ്യുന്ന പ്രിസൺ റാഡിക്കലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിലൂടെ ഈ ജിഹാദിലേക്ക് ആളുകളെ ആകർഷിച്ചുകൊണ്ട് തീവ്രവാദത്തിലേക്ക് എത്തിക്കുന്ന പരിപാടി, ഇതൊരു ആഗോള പ്രതിഭാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലും ഇനി ഏതൊക്കെ തടിയൻ്റെ അവിടെ നസീറുമാർ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിലും അവരുടെ മേത്തൊക്കെ ഒരു കണ്ണ് വേണം എന്നത് തന്നെയാണ് ഈ വിഷയം ആദ്യമേ തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് അത്രമാത്രം ഗൗരവം ഉള്ള ഒരു വിഷയമാണ്. ഇതിനൊക്കെ ഉദാഹരണം പറയാൻ പോയാൽ എണ്ണിയാൽ പോലും തീരില്ല, അത്രമാത്രം ഉണ്ട് ഇതിൻ്റെ ഈ ജയിൽ ടു ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം. കാരണം അത്രമാത്രം വ്യാപകമായിട്ട് നടക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇനി ഇപ്പോൾ ഈ ചോദിച്ച വിഷയത്തിലേക്ക് വരുമ്പോൾ, ഇതൊരു ഇങ്ങനെ നടക്കുമ്പോൾ അതിന് ഒരുപാട് കണ്ണികളുണ്ടാവും. ഈ പറയുന്ന വിഷയത്തിലേക്ക് സഹായത്തിന് എത്തിക്കാൻ വേണ്ടിയിട്ട് പല ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ജിഹാദ് എന്ന് പറയുന്ന ആശയം. ആ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന പരമമായ ലക്ഷ്യം, അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക. അതുകൂടാതെ ഇപ്പോൾ ആളുകൾ ചെയ്തു പോയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു പ്രിസണറെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും വലിയ ഒരു വിൽപ്പന ചരക്ക് എന്ന് പറയുന്നത് എന്താണ്? അത് അവിടുത്തെ ഗിൽറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്ന വിഷയമാണ്. അവിടെയുള്ള സഹ തടവുകാർ, അതിൽ മതത്തിൽപ്പെട്ട ആളുകളാകാം, മറ്റു മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാകാം, അവരിൽ ഉണ്ടാകുന്ന ഗിൽറ്റ് കോംപ്ലക്സ്, അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ചും മറ്റു സംഗതികളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അവരിൽ ഒരു പാപഭാരം അതിനെ മുതലെടുത്തുകൊണ്ട് അതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത് അത് ഈ ജിഹാദാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇതിലേക്ക് ആകർഷിക്കാനുള്ള വഴികളൊക്കെയാണ് സാധാരണ ഇത്തരം ഈ ജയിൽ ടു ജിഹാദിൽ ഈ റാഡിക്കലൈസേഷന് വേണ്ടിയിട്ട് ഇത്തരം ആളുകൾ ഉപയോഗിക്കുന്ന അതിൻ്റെ വഴികൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ജയിലുകളിൽ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ്. അത് നമ്മുടെ നാട്ടിലും എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാണിംഗ് ആണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഇവർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ, ഈ സഹായത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഈ കണ്ണികളിൽ അകപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട്. അത് ഈ മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെ ആവണമെന്നില്ല, പല രീതിയിൽ അവർ അകപ്പെടാം. അതിൽ ഏറ്റവും കൂടുതൽ അകപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ മുതലെടുക്കുന്ന കൂട്ടത്തിൽ ഈ ഗിൽറ്റ് കഴിഞ്ഞാൽ അടുത്തത് മുതലെടുക്കുന്ന ഏതാണ്? ഈ ജാതീയത എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ അതിനകത്ത് താഴ്ന്ന ജാതികളിലുള്ള അവരുടെ പ്രശ്നങ്ങളെയൊക്കെ ഇതുപോലെ പൊക്കിയെടുത്തുകൊണ്ട് ആ തരം ആളുകളെ ഇതിനകത്തേക്ക് ട്രാപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള രീതികളിലൂടെ അവരെ ട്രാപ്പ് ചെയ്യുന്ന പരിപാടി, ഇതും ഇവിടെ നമ്മൾ കാണുന്നു. ഇതെല്ലാം ഇതിൻ്റെ വഴികളായിട്ട് മാറുമ്പോൾ പല കോണുകളിലൂടെ നോക്കിക്കൊണ്ടല്ലാതെ നമുക്ക് ഈ ഒരു സാധനത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സെക്യൂരിറ്റി ഒഫീഷ്യൽസിൻ്റെ ഒക്കെ ജോലി കൂടുതൽ വർദ്ധിക്കുന്നതിനും കൂടിയാണ് ഇത് കാരണമാകുന്നത്. ഇതുപോലെ ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു തീവ്രവാദത്തിനെയും ഇതുപോലെ ഒരു റാഡിക്കലൈസേഷനെയും എതിരിടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതുപോലെ നസീറുമാർ നമ്മൾ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളത് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത എത്രമാത്രം ദുർഘടമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ. NIA കണ്ടെത്തൽ പല സമയത്തും ഇങ്ങനെ കണ്ടെത്തലുകൾ നടത്തുമ്പോൾ ഇത് NIA കെട്ടിച്ചമച്ചതാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പോലും ഉണ്ടാകാറുണ്ട്. പക്ഷേ കൺവിക്ഷൻ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ NIA കൂടുതലുമാണ്. NIA നടത്തിയ ഈ അന്വേഷണവും ഈ കണ്ടെത്തലും അതിനോട് താങ്കൾ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ടോ? നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? നമ്മൾ വിശ്വസിക്കുന്നത് റൂൾ ഓഫ് ലോയിലാണ്. അത് ഇവിടെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ പൗരൻ്റെയും ബാധ്യതയാണ്. അതിപ്പോൾ സുപ്രീം കോടതി വിധികളായാലും ശരി, അതിപ്പോൾ നമുക്ക് അനുകൂലമായതായാലും ശരി, പ്രതികൂലമായതായാലും ശരി, നമുക്ക് അത് വഴി മുന്നോട്ട് പോകാനുള്ളതേ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളത് ഒരു വശത്ത്. രണ്ടാമത്തേത്, ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? NIA ഏതെങ്കിലും മതവിഭാഗത്തെ ഏതെങ്കിലും രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ പിടിച്ചതിൽ തന്നെ നാഗരാജു എന്ന് പറയുന്ന പേര്, അത് ഏത് മതത്തിലാണെന്ന് പോലും നമുക്കറിയില്ല. പോട്ടെ, ഇനി അതുകൂടാതെ മറ്റു പല വിഷയങ്ങളിലും ഇപ്പോൾ സ്പൈ വർക്ക് നടത്തുന്നതായിട്ടും അതുപോലെ മറ്റു പല പേരുകളിലും ഇവിടെ പിടിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇതിനെ തടുക്കാൻ കഴിയില്ല. ഇതൊരു പകപോക്കലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് വരിക എന്ന് പറയുന്നത് അത് സത്യത്തിൽ ഇത്തരം തീവ്രവാദ ബന്ധങ്ങളുള്ള ആളുകൾക്ക്, തീവ്രവാദികൾക്ക് പ്രത്യേകിച്ചും അത് കൂടുതൽ ഗുണമാവുകയാണ് ചെയ്യുക. അതിന് നമ്മൾ കുട പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.